ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 3 ഉത്കൃതനം 3ാം ദിവസം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം നമുക്ക് പരീക്ഷകൾക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നല്ല ശീലങ്ങൾ. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എല്ലാം നമ്മൾക്ക് ആവശ്യം നന്നായി വളരാൻ എന്നെന്നും. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്കു നേരെ സ്മൈലി വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യശീലങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല, നഖങ്ങൾ നീട്ടി വളർത്തും, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ, എന്നും കുളിക്കാറില്ല, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, പഴകിയ ആഹാരം കഴിക്കും, 2 നേരം പല്ലു തേക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യശീലങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലതിന് മാത്രം, അതായത് നല്ല ആരോഗ്യശീലങ്ങൾക്ക് മാത്രം സ്മൈലി വരയ്ക്കാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഇതിൽ ഏതൊക്കെയാണ് നല്ലത്? തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല, അതൊരു നല്ല ആരോഗ്യശീലമാണ് അല്ലേ. അടുത്ത നോക്കിക്കേ, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും, അതും നല്ല ആരോഗ്യശീലമാണ് അല്ലേ. അടുത്ത നോക്കൂ, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ, അതും നല്ലൊരു ആരോഗ്യശീലമാണ് അല്ലേ. അടുത്ത നോക്കിക്കേ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, നല്ല ആരോഗ്യശീലമല്ലേ, ആണ് അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, 2 നേരം പല്ലു തേക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്, നല്ല ആരോഗ്യശീലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ. ജസ്റ്റ് നമുക്കൊരു സ്മൈലി വരയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ കാണിക്കുന്നത് കേട്ടോ. ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലായിരിക്കും വരിക, മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഗണിതത്തിലെ ചോദ്യങ്ങൾ മലയാളത്തിലും വരും കേട്ടോ. അപ്പോൾ ടീച്ചർ ആദ്യം ഇംഗ്ലീഷ് പറയാം, അതിനുശേഷം മലയാളം പറയാം കേട്ടോ. Let's find the sum. Look at the notes and coins with റഹീം ആൻഡ് മിനി. നമ്മുടെ റഹീമിൻ്റെയും മിനിയുടെയും കയ്യിലുള്ള നോട്ട്സിൻ്റെയും കോയിൻസിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, ആദ്യം റഹീമാണ്. റഹീമിൻ്റെ കയ്യിൽ എത്ര ടെൻസ് ഉണ്ട്, എത്ര പത്തുകളുണ്ട്? 3 പത്തുകളും. എത്ര ഒന്നുകളാണുള്ളത്? വൺസ് എത്രയുണ്ട്? 5 വൺസും ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 35 ആണല്ലേ, 35 റുപ്പീസാണ്. അടുത്തത് മിനിയാണ്. മിനിയുടെ കയ്യിൽ ടെൻസ് 2 എണ്ണമാണുള്ളത്, അതായത് 2 പത്തുകളും 3 ഒന്നുകളാണ് കേട്ടോ, 3 വൺസും ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ആകെ എത്ര രൂപ ഉണ്ടായിരിക്കും? 23 ആണല്ലേ, 23 എന്ന് കിട്ടും. അടുത്ത് നോക്കിക്കേ മക്കളെ, വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് മണി വിത്ത് റഹീം ആൻഡ് മിനി. അതായത് നമ്മുടെ മിനിയുടെയും റഹീമിൻ്റെയും കൂടി കയ്യിൽ ആകെ എത്ര രൂപയുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അവരുടെ 2 പേരുടെയും കൈവശമുള്ള ടോട്ടൽ എമൗണ്ട് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അതായത് 35 കൂട്ടണം 23, 35 + 23 എത്ര നമുക്ക് ആൻസർ കിട്ടും മക്കളെ? 58 എന്ന് കിട്ടും അല്ലേ, 58 എന്ന് കിട്ടും. മക്കളൊന്ന് കൂട്ടി നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്, ഫൈൻഡ് ദി സം. അതായത് താഴെ 2 ക്രിയകൾ തന്നിട്ടുണ്ട്, ആ ക്രിയയുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കിക്കുക മക്കളെ, 24 + 12 ആണ് അല്ലേ. എത്രയാണ് സമ്മ് വരിക? 36 അല്ലേ, 36 വരും. അടുത്ത് നോക്കിക്കുക മക്കളെ, 43 + 26 എത്രയാണ് സമ്മ് വരിക? 68 എന്ന് കിട്ടും അല്ലേ, 68. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. കഥ പൂർത്തിയാക്കാം. അപ്പം മക്കൾക്ക് അവിടെ ഒരു കഥാഭാഗം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഭാഗമേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ. മക്കൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള ഭാഗം വായിച്ചു നോക്കിയിട്ട് പിന്നീട് എന്തായിരിക്കും ആ ഒരു കഥയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് കണ്ടെത്തിയിട്ട് കഥ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾക്ക് അവിടെ കുറച്ച് ചിത്രങ്ങളൂടെ തന്നിട്ടുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു കഥ പൂർത്തിയാക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. കാക്കച്ചി പെണ്ണ് മുട്ടയിട്ടു, കോലം പാമ്പ് അതറിഞ്ഞു. കാക്കച്ചി ഇര തേടി പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അപ്പോൾ അത് മക്കളെടുത്ത് കഥാരൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കാക്കച്ചി പെണ്ണിൻ്റെ മുട്ട തിന്നാനായിട്ട് ആരാണ് വന്നിട്ടുള്ളത്? കോലം പാമ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുഞ്ഞിക്കിളി വന്ന് അതിനെ ഓടിക്കാനായിട്ട് നോക്കിയെങ്കിലും നമ്മളെ കുഞ്ഞിക്കിളിയെ പാമ്പ് എന്ത് ചെയ്തു? പേടിപ്പിച്ച് വിട്ടു അല്ലേ.
ഓക്കെ മക്കളെ, പിന്നീട് തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. എന്താണ് അവിടെ സംഭവിച്ചത്? ആ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ മക്കൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ്? കുഞ്ഞിക്കിളി ആരെടുത്താണുള്ളത്? കീരിയുടെ അടുത്താണുള്ളത് അല്ലേ. അതിനുശേഷമുള്ള ചിത്രം എന്താണ്? നമ്മുടെ കീരി വന്നിട്ട് പാമ്പിനെ കടിക്കുന്നതാണ് കാണുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് കഥ എന്ത് ചെയ്യാം, ഒന്ന് പൂർത്തീകരിച്ച് നോക്കാം. കുഞ്ഞിക്കിളി വേഗം കീരിയുടെ വീട്ടിലേക്ക് ഓടി വിവരങ്ങളെല്ലാം പറഞ്ഞു. കേട്ട ഉടനെ കീരി കുഞ്ഞിക്കിളിയെ കൂട്ടി കാക്കക്കൂടിൻ്റെ അടുത്തേക്ക് പോയി. പാമ്പിനെ കണ്ടതും കീരി ഓടി മരത്തിൽ കയറി പാമ്പിനെ ഒറ്റ കടി കൊടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞ പാമ്പ് ജീവനും കൊണ്ട് ഓടി. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു കഥ പൂർത്തിയാക്കി എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാനായിട്ട് തോന്നുകയാണെങ്കിൽ മക്കൾക്ക് അങ്ങനെയും പൂർത്തിയാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നല്ലൊരു പ്രവർത്തനമായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്താലോ? അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന മക്കളൊക്കെ ഒരുപാട് ദൂരെയുള്ള മക്കളാണ്. അപ്പോൾ ടീച്ചർക്ക് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കണം എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ചെറിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന മക്കൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തത് നമുക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഫിൽ ദി കോളംസ്. റൈറ്റ് 19 ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് 19 വ്യത്യസ്ത വഴികളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, 19 എന്ന് പറയുന്ന സംഖ്യയെ നിങ്ങൾക്ക് വൺസും ടെൻസും ആക്കി എഴുതാനായിട്ട് അറിയില്ലേ? അതായത് ഒന്നുകളും പത്തുകളാക്കി എഴുതാനും എത്ര ഒന്നുകൾ ചേർന്നാലാണ് 19 കിട്ടുക എന്നുള്ളതൊക്കെ മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ മക്കളെ, ആദ്യത്തേത് നമുക്ക് എന്ത് എഴുതാം? 19 വൺസ് അല്ലേ, അതായത് 19 ഒന്നുകൾ. 19 ഒന്നുകൾ ചേർന്നാൽ ഉത്തരം എത്രയാണ്? 19 ആണ് അല്ലേ. അടുത്തത് നോക്കിക്കേ മക്കളെ, 1 ടെൻസ് 9 വൺസ്, അതായത് ഒരു 10ഉം 9 ഒന്നുകളും ചേർന്നാൽ എത്രയാണ്? 19 ആണ് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, നമുക്ക് രണ്ട് സംഖ്യകൾ അവിടെ തന്നിട്ടുണ്ട്. അതായത് 5 + 10, അതായത് 5 കൂട്ടണം 10 എന്ന് തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണെന്ന് നമുക്കറിയാം അല്ലേ. നമുക്ക് കിട്ടേണ്ട സംഖ്യ ഏതാണ്? 19 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എത്ര കൂടി ചേർത്ത് കൊടുക്കണം? 4 കൂടി ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പം 5 + 10 + 4 എന്ന് കിട്ടും. അടുത്ത നോക്കിക്കേ മക്കളെ, ഡാഷ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 20, അതായത് 20-ൽ നിന്ന് എത്രയോ ഒരു സംഖ്യ കുറച്ചാൽ 19 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കുറച്ചാലാണ് മക്കളെ? 20-ൽ നിന്ന് 1 കുറച്ചാലാണ് നമുക്ക് 19 കിട്ടുക അല്ലേ. അപ്പം മക്കളവിടെ 1 എന്നാണ് എഴുതി ചേർക്കേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് എന്തെഴുതാം? 10 കൂട്ടണം 9 എന്ന് എഴുതാം അല്ലേ. 10 കൂട്ടണം 9 എത്രയാണ്? 19 ആണ് അല്ലേ. 10 + 9 19 എന്ന് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ അവിടെ പൂർത്തീകരിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അല്ലേ. എല്ലാവർക്കും A+ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.